ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു സൺഡേ ആണ്. സമയം വെളുപ്പിന് 3:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് ഫ്രഷായി നമ്മൾ കുളിച്ചൊരുങ്ങി കടവൂർ അമ്പലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. കൊല്ലത്താണ് അമ്പലം. ഗൈസ്, അപ്പോൾ സമയം ഇപ്പം 4:30 ആയിട്ടുണ്ട്. നമ്മളിനി അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ പോയിട്ട് നമുക്ക് കാണാം. വെളുപ്പിനെ ആയതുകൊണ്ട് റോഡിൽ ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്താൻ പറ്റി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നട തുറക്കാൻ കുറച്ച് താമസിച്ചു. അങ്ങനെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് നേരം വെളുത്തിരുന്നു. 6 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഇന്ന വഴി വേറൊരു അമ്പലത്തിലും കയറിയായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആ അമ്പലത്തിൽ പോകുമ്പോഴല്ല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ചായ കുടിക്കുന്നൊരു കടയുണ്ടായിരുന്നു. ഞാൻ കുടിക്കത്തില്ല, ഏട്ടനാണ് കുടിക്കുന്നത്. പക്ഷേ ഇന്ന് ആ കട തുറന്നില്ല. അപ്പം പിന്നെ വീട്ടിൽ വന്ന് ഞാൻ തന്നെ ചേട്ടനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത്. വെളുപ്പിന് എഴുന്നേറ്റുണ്ടാണോ എന്നറിയത്തില്ല ഗൈസ്, എനിക്ക് രാവിലെ ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ 5-6 ബിസ്ക്കറ്റൊക്കെ തിന്ന് മുറ്റത്തൂടെ നടക്കാനിറങ്ങി. പിന്നെ അവിടെ കണ്ട ചെടിയുടെ കുറേ ഫോട്ടോസ്, ചെടിയുടെയും പൂവിൻ്റെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ കളി കണ്ടത്. നല്ല രസമാണ് കേട്ടോ ഇവരുടെ കളികൾ കാണാൻ. നമ്മുടെ വീട്ടിൽ ഓൾറെഡി 5 വലിയ പൂച്ചയുണ്ട്. അതിൽ ഒരാളുടെ കുട്ടികളാണ് ഇവർ 3 പേര്. സമയം പോകുന്നതേ അറിയത്തില്ല ഇവരുടെ കളി കണ്ടുകൊണ്ടിരുന്ന. രാവിലെ എഴുന്നേറ്റില്ലേ, അപ്പം അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. അപ്പം ഞാൻ കരുതി കുറച്ച് നേരം കിടന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേരം കാണാം കേട്ടോ. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. എനിക്കത് വേണ്ടാഞ്ഞുകൊണ്ട് ഞാൻ ചോറാണ് കഴിച്ചത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ വെളിയിൽ വണ്ടിയുടെ ചെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അവിടെ പോയി കുറച്ച് നേരം നിന്ന്. എൻ്റെ ഫേസ് നല്ല ടാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഇട്ടു കേട്ടോ. നമ്മളിപ്പം പുറത്തേക്ക് പോവാണ്. നമുക്ക് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വിരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വ്ളോഗിലൂടെ കാണാം. ചേട്ടൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ. അതും കൊല്ലത്ത് തന്നെയാണ്. അങ്ങനെ അവരായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ പോയത് കൊല്ലത്ത് കല്യാൺ സിൽക്സിലേക്കാണ്. ഈ ആഴ്ച നമുക്ക് അവിടെ പോകേണ്ടി വന്നു. എനിക്ക് കുറച്ച് റണ്ണിങ് മെറ്റീരിയലൊക്കെ നോക്കാനുണ്ടായിരുന്നു. ഗൗൺ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാൻ വന്നത്. അനിയൻ്റെ കല്യാണമല്ലേ, അപ്പോൾ റെഡിമെയ്ഡ് നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെ റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ചു. അവിടുന്ന് നേരെ പോയത് കാപ്പിൽ ബീച്ചിലാണ്. ഇത് പൊഴിയാണ് കേട്ടോ. ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമാണ്. നല്ല ക്രൗഡഡ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കും. ആൾക്കാരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇറങ്ങാനേ തോന്നിയില്ല. ഞാൻ വെള്ളം കണ്ട അപ്പം ഇറങ്ങുന്നത്. ഇവിടെ ഒട്ടും വൃത്തിയില്ല. എനിക്ക് ബീച്ച് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ ഇപ്പുറത്ത് വന്ന് കടലിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. വരുന്ന വഴിയായിരുന്നു താന്നി ബീച്ച്. അപ്പം കരുതി അവിടെ കയറാമെന്ന്. അങ്ങനെ അവിടെ പോയി കുറേ നേരം ഞാൻ വെള്ളത്തിലൊക്കെ കളിച്ചു കേട്ടോ. ഇവിടെ നല്ലതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നേരം നല്ല ഇരുട്ടിയായിരുന്നു. പിന്നെ കൊല്ലത്ത് സമറിൽ കയറി ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. അങ്ങനെ ഫൈനലി 8 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വിചാരിച്ചതിലും നല്ല ലേറ്റായി തിരിച്ചെത്താൻ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന നേരം കാണാം കേട്ടോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്തി തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ഡിന്നറിന് വാങ്ങിയത്. നമ്മൾ ഈ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇന്ന് എടുത്തത്. ഇത് ചുരിദാർ മെറ്റീരിയലാണ്. റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുത്തതാണ്. ഇതെൻ്റെ ഷോളാണ്, ഓർഗൻസ മെറ്റീരിയലാണ്. ഇത് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഗൗണിൻ്റെ മെറ്റീരിയലാണ്. ഇത് രണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.